ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഏത് റവ വേണമെങ്കിലും എടുക്കാം, റോസ്റ്റഡ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അടുത്തത് ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ പൊടിച്ചെടുത്ത പൊടി ഒന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടയൊന്നും പിടിക്കാതെ നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് വേണം ഇത് യോജിപ്പിച്ച് എടുക്കാൻ. ബാറ്റർ അധികം ലൂസ് ആവാനും പാടില്ല. ലൂസായാൽ പിന്നെ നമ്മളെ പഴംപൊരി നന്നായി കിട്ടില്ല. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിന് ഇത് മൂടി വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മാവ് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം മാവ് നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു യെല്ലോ കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് യെല്ലോ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു അര ചെറുനാരങ്ങൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച മാവിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറുനാരങ്ങ നീര് ചേർത്താൽ പഴംപൊരി എണ്ണ കുടിക്കില്ല. വീണ്ടും എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പഴംപൊരിക്ക് വേണ്ടി ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴം നല്ല പഴുത്ത തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇത് സ്ലൈസാക്കി എടുക്കണം. ഞാനിവിടെ ഒരു പഴം 2ആയി മുറിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പകുതി കൊണ്ട് ഞാൻ 3 സ്ലൈസ് ആക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു പഴം കൊണ്ട് 6 പീസ് കിട്ടും. ഇപ്പം ഞാനിത് പൊരിക്കാൻ വേണ്ടിയിട്ടൊരു ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഓരോരോ ബനാന സ്ലൈസസും എടുത്തിട്ട് നന്നായിട്ട് ഈ മാവിൽ മുക്കിയിട്ട് വേണം പൊരിച്ചെടുക്കാൻ. മാവ് എല്ലാ ഭാഗത്തും ആകുന്നവരെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിലാവുമ്പം ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പം പഴംപൊരിയുടെ കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള പഴവും ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മളെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.